CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലൂടെ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന് ജീവനക്കാരൻ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ സൊസൈറ്റിയിലെ മുഴുവൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെയും മുമ്പ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി ഇരുന്നവർക്കെതിരെയും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുത്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ കൊടുക്കണം. ഓരോ ദിവസം കഴിയും തോറും പണം തട്ടിപ്പിലുപരിയായി കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ആരോപണം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. പുറത്തു വന്ന കണക്ക് പ്രകാരം 120 കോടിയാണ്. ഇത് മഞ്ഞുമലയുടെ ഒരു കഷണം മാത്രമാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കലിന് കൂട്ടുനിന്ന ബത്തേരിയിലെ യൂണിയൻ ബാങ്ക്, ആ ബത്തേരി ബ്രാഞ്ചിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിയിട്ടുള്ള മുഴുവൻ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ട്രാൻസാക്ഷന്റെ നിജസ്ഥിതി ബാങ്ക് വെളിപ്പെടുത്താൻ തയ്യാറാകണം. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ അതല്ലെങ്കിൽ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന സെൻട്രൽ ഏജൻസിയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നടന്നിട്ടുള്ള ഈ ഇടപാടുകളെ കുറിച്ചും സത്യസന്ധമായ ഒരു അന്വേഷണം വേണം. സ്വാഭാവികമായി ഒരു ബാങ്കിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കണക്കിൽപ്പെടാത്ത പണം വരുമ്പോൾ ആ പണത്തിന്റെ സ്രോതസ് ബാങ്ക് അറിഞ്ഞിരിക്കണം. മാനേജർക്ക് സംശയമുണ്ടെങ്കിൽ ഈ പണത്തിന്റെ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അന്വേഷണം ചോദിക്കാം. പണം കൊണ്ടുവരുന്ന ആളെ ചോദിക്കാനും ആ എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കാതിരിക്കാനുള്ള അവകാശം ബാങ്ക് മാനേജർക്കുണ്ട്. അപ്പൊ ഇവിടെ യൂണിയൻ ബാങ്കും ബ്രഹ്മഗിരിയും തമ്മിൽ ഒരു ഒത്തുകളിയുണ്ട്. ആ ബാങ്കിൽ നടത്തിയിട്ടുള്ള മുദ്രാ ലോൺ അടക്കമുള്ള ആ ബാങ്കിലെ മുഴുവൻ ട്രാൻസാക്ഷനെ കുറിച്ച്, കഴിഞ്ഞ വർഷങ്ങളിലെ ട്രാൻസാക്ഷനെ കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തും.